ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. മിഡ് ക്യാപ് IT സ്റ്റോക്കുകളിലെല്ലാം നമ്മൾക്ക് വളരെ വലിയ ഒരു പ്രൈസ് മൊമെൻറ്റമാണ് കാണാൻ സാധിക്കുന്നത്. മിഡ് ക്യാപ് IT സ്റ്റോക്കുകളിലെല്ലാം നമ്മൾക്ക് നല്ല രീതിയിലുള്ള റാലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നുണ്ട്. IT സെക്ടറിലെ TCSൻ്റെയും ഇൻഫോസിസിൻ്റെയും Q1 റിസൾട്ട് വന്നതിന് ശേഷം മൈൻഡ്ട്രീ തുടങ്ങിയ കമ്പനികളുടെ, അതായത് മിഡ് ക്യാപ് സെക്ടറിലെ മൈൻഡ്ട്രീ തുടങ്ങിയ കമ്പനികളുടെ Q1 റിസൾട്ട് കൂടി വന്ന സ്ഥിതിക്ക് ഈ സെക്ടറിൽ നമ്മൾക്ക് വളരെ വലിയ കുതിച്ചുചാട്ടമാണ് കാണാൻ സാധിക്കുന്നത്. മിഡ് ക്യാപ് സെക്ടറിലെ ഏറ്റവും പ്രൊമിനൻ്റ് സ്റ്റോക്കായ ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 2 ദിവസത്തെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജി ഏകദേശം 9.4% റിട്ടേണും, ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 8.88% റിട്ടേണുമാണ് തന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ പെർഫോമൻസ് നമ്മൾ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ 18.1% റിട്ടേൺ ആണ് തന്നത്. ഇവിടെ സെൻസെക്സിൽ 1% ഗെയിനും IT സെക്ടറിൽ 2.15% ഗെയിനുമാണ് കാണാൻ സാധിക്കുന്നത്. 1 മന്തിലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 54% റിട്ടേണും, 1 ഇയറിലെ, അതായത് ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 313% റിട്ടേണുമാണ് തന്നത്. അതായത് 2020 സെപ്റ്റംബർ മാസത്തിൽ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ ഈ കമ്പനി ഇതുവരെയും 1 വർഷം പോലും പൂർത്തീകരിച്ചിട്ടില്ല. 1 വർഷത്തിനുള്ളിൽ ഈ സ്റ്റോക്ക് 313% റിട്ടേൺ ആണ് തന്നത്. അപ്പോൾ സെൻസെക്സ് നമ്മൾക്ക് തന്നിരിക്കുന്ന റിട്ടേൺ 11.35% റിട്ടേണും, IT സെക്ടർ തന്നിരിക്കുന്നത് 20.5% റിട്ടേണുമാണ്. ഇന്നത്തെ വീഡിയോയിൽ മിഡ് ക്യാപ് IT സെക്ടറിലെ സ്റ്റോക്കുകൾ ഇത്രയും നല്ല പെർഫോമൻസ് നൽകാനുള്ള കാരണം, സ്പെഷ്യലി ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ഇത്രയും നല്ല പെർഫോമൻസിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതുപോലെ തന്നെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഇത്രയും വലിയ റാലി വന്നതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനിയുടെ Q1 റിസൾട്ടിനെ കുറിച്ചുള്ള മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. പ്രത്യേകിച്ചും മിഡ് ക്യാപ് IT സ്റ്റോക്കുകൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു സാമ്പിൾ നമ്മൾക്ക് മൈൻഡ്ട്രീ എന്ന കമ്പനിയുടെ Q1 റിസൾട്ടിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട്. മൈൻഡ്ട്രീയുടെ Q1 റിസൾട്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ്, അതായത് മൈൻഡ്ട്രീ എന്ന കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 61.2% വർദ്ധിച്ച് 343 കോടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ സീക്വൻഷ്യൽ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 8.2% വർദ്ധിച്ചിരിക്കുന്നത്. ഇവിടെ ലാർജ് ക്യാപ് കമ്പനികളായ TCSൻ്റെ സീക്വൻഷ്യൽ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ 2.2%, ഇൻഫോസിസിൻ്റെ സീക്വൻഷ്യൽ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 4.2%മാണ് കാണാൻ സാധിച്ചത്. ഇൻഫോസിസിനേക്കാൾ 2 ഇരട്ടി ഗ്രോത്താണ് മൈൻഡ്ട്രീ എന്ന കമ്പനിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. TCSുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിലും വലിയ റേറ്റ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് ഈ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ചും മിഡ് ക്യാപ് IT സെക്ടർ സ്റ്റോക്കുകളിൽ ഇത്രയും വലിയ റാലി വന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി കമ്പനിയുടെ റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 20.1% വർദ്ധിച്ച് 2291 കോടിയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റവന്യൂ ഇൻ ടേംസ് ഓഫ് ഡോളർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ റവന്യൂവിൽ 7.7% ഗ്രോത്തും പ്രോഫിറ്റിൽ 7.5% സീക്വൻഷ്യൽ ഗ്രോത്തും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ IT സെക്ടർ കമ്പനികളുടെ എബിറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ എബിറ്റയിലും ഉയർന്ന പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. എബിറ്റ 20.3% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു കഴിഞ്ഞു. കൂടാതെ മൈൻഡ്ട്രീ എന്ന കമ്പനിയുടെ ഡീൽ പൈപ്പ് ലൈൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനിയിൽ ഏകദേശം 28.9% റവന്യൂ കമ്പനി ഡീൽ വഴി ഇയർ ഓൺ ഇയറിൽ അക്വയർ ചെയ്തു കഴിഞ്ഞു. അതായത് ഏകദേശം $504 മില്യൺ ഡീലുകളാണ് മൈൻഡ്ട്രീ എന്ന കമ്പനി സ്വന്തമാക്കിയത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകിച്ചും IT സെക്ടറിലെ ലാർജ് ക്യാപ് സ്റ്റോക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബെറ്ററായിട്ട് തോന്നാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മിഡ് ക്യാപ് IT സ്റ്റോക്കുകളിൽ നമ്മൾക്ക് വളരെ വലിയ റാലി കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് എന്ന സ്റ്റോക്ക് തന്നെയാണ്. അതായത് മൈൻഡ്ട്രീ എന്ന സ്റ്റോക്കിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഡിജിറ്റൽ എക്സ്പോസർ നമ്മൾക്ക് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. അതായത് കമ്പനിയുടെ ടോട്ടൽ റവന്യൂ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ സെക്ടറിൽ നിന്ന് തന്നെയാണ് ഈ കമ്പനി ഏകദേശം 90%-ലേറെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഡിജിറ്റൽ സെക്ടർ, ബ്ലോക്ക് ചെയിൻ പോലുള്ള അഡ്വാൻസ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളായതുകൊണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ അഡ്വാൻസ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന IT കമ്പനി ആയതുകൊണ്ട് മറ്റുള്ള IT കമ്പനികളേക്കാൾ വളരെ വലിയ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജി ലിമിറ്റഡ് എന്ന
കമ്പനിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ പ്രീവിയസ് ഇയർ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് തന്നെ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അതായത് സാധാരണ ഒരു കമ്പനിയുടെ റവന്യൂവിൽ നമ്മൾക്ക് 30%, 40% പ്രോഫിറ്റ് ഗ്രോത്തും റവന്യൂ ഗ്രോത്തും കാണാൻ സാധിക്കുമ്പോൾ ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജി എന്ന കമ്പനിയുടെ പ്രീവിയസ് പ്രോഫിറ്റ് ഗ്രോത്ത് 126% അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ 71 കോടിയിൽ നിന്നും 162 കോടിയായിട്ടാണ് കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിച്ചത്. റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 10.8% വർധനവും അതുപോലെ തന്നെ എബിറ്റയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എബിറ്റയിൽ 27% വർധനവും കാണാൻ സാധിച്ചു. 15.8% നിന്നും എബിറ്റ 27% വർദ്ധിച്ചതും മറ്റ് പല IT കമ്പനികളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കൂടാതെ ഈ കമ്പനിയെ നമ്മൾ മറ്റ് കമ്പനികളുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആട്രിബ്യൂഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ആട്രിബ്യൂഷൻ റേറ്റാണ് മിഡ് ക്യാപ്പ് IT സെക്ടർ സ്റ്റോക്കുകളിൽ കാണുന്നത്. ലാർജ് ക്യാപ്പ് IT സെക്ടർ സ്റ്റോക്കുകളായ ഇൻഫോസിസിൻ്റെ Q1 റിസൾട്ട് നമ്മൾ ഇന്നലെ അനാലിസിസ് ചെയ്തപ്പോൾ അവിടെ ഇൻഫോസിസിൽ കാണാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് പോയിന്റ് കമ്പനിയിലെ ആട്രിബ്യൂഷൻ റേറ്റ് വളരെ കൂടുതലാണ് എന്നുള്ള ഫാക്റ്റാണ്. ഇവിടെ മിഡ് ക്യാപ്പ് സെക്ടർ IT സ്റ്റോക്കുകൾ ഈ ആട്രിബ്യൂഷൻ റേറ്റിനെയും വളരെ നന്നായി കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതും വരും സമയങ്ങളിൽ ഈ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയേക്കാം. ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജി എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡേഴ്സിനോ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളവർക്കോ യാതൊരുവിധ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും നൽകാത്ത ഒരു സ്റ്റോക്കാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് എന്ന സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നമ്മൾക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കും. കൺസോൾട്ടേഷന് ശേഷം ഒരു റാലി കാണാൻ സാധിക്കും. റാലിക്ക് ശേഷം വീണ്ടും കൺസോൾട്ടേഷൻ, എഗെയിൻ റാലി, അതിനുശേഷം വീണ്ടും കൺസോൾട്ടേഷൻ. ഈ രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേണാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റോക്കുകളിൽ നിന്നും വിഭിന്നമായി ഇവിടെ സപ്പോർട്ട് ലെവൽ ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ റീട്രേസ്മെൻറ്റോ ഒന്നും നമ്മൾക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കില്ല. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വാല്യൂ ബൈയിങ്ങിൻ്റെ കൺവെൻഷണൽ റൂളുകളെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്റ്റോക്കാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് എന്ന സ്റ്റോക്ക് എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടി വരും. അതായത് കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഈ സ്റ്റോക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ഈ സ്റ്റോക്കിൻ്റെ മണി ഫ്ലോ ഇൻഡെക്സ് പരിശോധിച്ചപ്പോൾ അവിടെ മണി ഫ്ലോ ഇൻഡെക്സ് 90ക്ക് മുകളിലായിരുന്നു. അതായത് വാല്യൂ ബൈയിങ്ങോ അല്ലെങ്കിൽ കൺവെൻഷണൽ ബൈയിങ് അപ്രോച്ച് കൊണ്ടോ നമ്മൾക്ക് ഈ സ്റ്റോക്കിനെ ഒരിക്കലും ബൈ ചെയ്യാൻ സാധിക്കുകയില്ല. ഇതേപോലുള്ള സ്റ്റോക്കുകളിൽ അതായത് കമ്പനിയുടെ ബിസിനസ് മോഡലും കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും മനസ്സിലാക്കിയതിന് ശേഷം ഇതേപോലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് സിപ്പ് അതായത് സിസ്റ്റമാറ്റിക്കലി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി ഈ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ് റേഞ്ച്. കാരണം ലോങ് ഇയർ പെർഫോമൻസിൽ അല്ലെങ്കിൽ ലോങ് ഇയർ നമ്മൾ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ വളരെ ഉയർന്ന പ്രൈസിലാണ് ഈ സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്തതെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ പ്രൈസ് മൈൻഡ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് എപ്പോഴെങ്കിലും കൺസോൾട്ടേഷൻ ഫേസിൽ എത്തുമ്പോൾ ഈ സ്റ്റോക്കിൽ ഡിപ്പ് എന്ന സ്ട്രാറ്റജിയിൽ നമ്മൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവലായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത് 1250 രൂപ എന്ന റേഞ്ചാണ്. സ്റ്റോക്കിൻ്റെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് സപ്പോർട്ടായിട്ട് കാണുന്നത് 1150 രൂപ എന്ന റേഞ്ചുമാണ്. സ്റ്റോക്ക് ഇന്ന് അതിൻ്റെ പുതിയ ഓൾ ടൈം ഹൈ സെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഈ സ്റ്റോക്ക് 1250 രൂപ എന്ന ലെവലിൽ താഴെ എത്താനുള്ള സാധ്യതയും വളരെ കുറവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്